പിന്നെയുള്ളത് ശൂദ്രരാണ്. ശൂദ്രർ നമ്മുടെ നായർ, നമ്പ്യാർ ഉൾപ്പെടെയുള്ള വിഭാഗമാണ്. സുകുമാരൻ നായർ ഇപ്പോൾ പറയാണ് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മമ്മത്ത് പത്മനാഭനില്ല. അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ, നമ്പ്യാരെ പോലെ ഒരു പത്മനാഭൻ ഉണ്ടാവുമായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉണ്ടായത് എന്തുകൊണ്ടാ? മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണ വിഭാഗത്തിന്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാമുള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത്. കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം സനാതന ധർമ്മം. ശിവഗിരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ട ചർച്ച അത് കേരളത്തിൽ ഇപ്പോൾ ആളിപ്പടരുകയാണ്. എന്താണ് സനാതന ധർമ്മം? ആരാണ് ശൂദ്രർ? നായർ വിഭാഗം ശൂദ്രന്മാരുടെ കൂടെ പെടുമോ ഇല്ലയോ? നായർ സവർണ വിഭാഗത്തിൽ പെടുന്ന ജാതിയാണോ? തുടങ്ങിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സവർണ വിഭാഗത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നവർ ആരൊക്കെയാണ്? മന്നത്ത് പത്മനാഭന്റെ നിലപാട് എന്താണ്? തുടങ്ങിയ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ എന്താണ് സനാതന ധർമ്മം, ആരാണ് മന്നത്ത് പത്മനാഭൻ, ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രേക്ഷകർ കേട്ടത്. അതിനേക്കാളും കൃത്യം ജാതി വ്യവസ്ഥയെ CPIM ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുന്നു. അതും കൂടി കേൾക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സാർവദേശീയ തലത്തിലുള്ള നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ തീവ്ര വലതുപക്ഷ ശക്തി ഇവിടെയും അധികാരത്തിൽ വന്നിരിക്കുന്നു വീണ്ടും. അതാണ് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം. നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ ടേം അധികാരത്തിൽ വരുമ്പോൾ അവരെന്താണ് ആഗ്രഹിച്ചത്, നമ്മളെന്താണ് പ്രതിരോധിച്ചത്, രണ്ടും വ്യക്തമാവണം. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 സീറ്റ് വരെ കിട്ടണം. അത് വെറുതെ പറഞ്ഞൊരു നമ്പറല്ല. 430 വരെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്യണം. എങ്ങനെയാണ് ഭേദഗതി ചെയ്യുക? സനാതന ധർമ്മത്തെപ്പറ്റി ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ചർച്ച ചെയ്യണം. കേരളത്തിൽ സനാതന ധർമ്മത്തെപ്പറ്റി ചർച്ച ചെയ്തു പോയാൽ എന്തോ അപകടം വരുന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ശിവഗിരി തന്നെ, മറ്റെവിടെയല്ല. അതിന്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥയാണ്. അതാവണമെന്നവർ പറയാണ്. അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അശ്ലീലമാണ്. ജനാധിപത്യ വിപ്ലവം നടക്കാത്ത രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാതെ ഭൂപ്രഭുത്വത്തിന്റെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊക്കിയത്. ഈ മുതലാളിത്തം ഫ്യൂഡലിസത്തിന്റെ മേലെ കെട്ടിപ്പൊക്കിയപ്പോ ഫ്യൂഡൽ ജീർണത മുഴുവൻ അതിന്റെ അടിത്തറയായി നിലകൊള്ളുകയാണ്. അത് സാമ്പത്തിക മേഖലയിലുമുണ്ട്, ആശയതലത്തിലുമുണ്ട്. ഈ ആശയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കണം. അതിനുള്ള ഭരണഘടന വേണം. അതാ ഞാൻ പറഞ്ഞ അശ്ലീലാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഉൾക്കൊള്ളുന്ന 4 വർണ്ണം. വർണ്ണമില്ലാത്തവരാണ് തൊട്ടുകൂടായ്മ അനുഭവിച്ച മുഴുവൻ ജനങ്ങളും. അത് പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഒന്നുമല്ല, അത് ചണ്ടാള വിഭാഗം. അതിന്റെ അപ്പുറത്തുള്ളവരെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ OEC OBC ഉൾപ്പെടെ മുഴുവൻ വിഭാഗവും വർണ്ണമില്ലാത്തവരാണ്. അവർക്കാണ് പേര് അവർണർ. അവർണരാരും സവർണ വിഭാഗത്തിൽപ്പെട്ടവരല്ല, വർണ്ണ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഈ അവർണ വിഭാഗത്തിന്റെ ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയിലെ ഹിന്ദു വിഭാഗത്തിൽ ബീഹാർ മോഡലായി പരിശോധിച്ചപ്പോ ഒരു 85% വരും. ചെറിയ നമ്പറിൽ 85%. അതിന്റെ സെൻസസ് എടുക്കണം എന്നാണ് ഇപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. CPM ഉൾപ്പെടെ പറഞ്ഞത് സെൻസസ് എടുക്കണം. സർവേ നടത്തിയപ്പോഴാണ് 15% സവർണർ, ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണര് ക്ഷത്രിയര് വൈശ്യര് ശൂദ്രര്.
ശൂദ്രരെന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരാണെന്നാണ് പല ആളുടെയും ധാരണ. അല്ല, അത് വർണ്ണില്ലല്ലോ, അത് അവർണരാ, അത് ചണ്ടാള വിഭാഗമാണ്. നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ക്ഷത്രിയരൊന്നുമില്ല, രാജാക്കന്മാർ വളരെ ചെറിയ കൈവിരലെണ്ണാവുന്നവരാണ്. അപ്പോൾ ബ്രാഹ്മണരും വളരെ കൂടുതലൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വൈശ്യരാണ്. വൈശ്യരെന്ന് പറഞ്ഞാൽ കച്ചവട സംവിധാനമാണ്. അതുകൂടി ഇല്ല. ഒന്നുകിൽ ഇവിടെ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദു തന്നെ ചില ആളുകളുമാണ്. പിന്നെയുള്ളത് ശൂദ്രരാണ്. ശൂദ്രർ നമ്മുടെ നായർ നമ്പ്യാർ ഉൾപ്പെടെയുള്ള വിഭാഗമാണ്. അവരും കൂടി ചേരുവരുത് അതിൽ. അവർക്ക് വർണ്ണമുണ്ട്. അത് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 10-12%. അതും കൂടി ചേർത്താണ് ഇവിടെ 15% പറഞ്ഞത്. സുമാരൻ നായർ ഇന്നലെ 12% എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 12 കൂട്ടിയത്. അങ്ങനെ കൂട്ടിയില്ല ഞാൻ പറയുന്നു. ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം. അമിത്ഷാ പറയാണ് അംബേദ്കർ 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 ജപിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു പ്രാന്താന്ന് നോക്കിയാട്ട് നിങ്ങൾ, എന്തൊരു ഭ്രമം, എന്തൊരു വിരോധം. അംബേദ്കർ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പ്രയാസം, എന്നിട്ട് പരിഹസിക്കുക. അതൊന്നും വെറുതെ പറയുന്നതല്ല. ഈ ഭാഷാ പ്രയോഗങ്ങളെല്ലാം വെറുതെ ഉണ്ടാവുന്നതല്ല. അത് ജീവിതം തന്നെ രൂപപ്പെടുത്തുന്ന അതിന്റെ തന്നെ സത്തയാണ് ഭാഷയായി പുറത്തു വരുന്നത്. അംബേദ്കർ അംബേദ്കർ എന്ന് കേൾക്കാൻ പറ്റില്ല. ഈ ഭരണഘടന പറ്റില്ല, പിച്ചി ചീന്തണം എന്ന് പറഞ്ഞവരാണ് അവര്. അപ്പൊ ഒരു പുതിയ ഭരണഘടന, ആ ഭരണഘടനയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സനാതനധർമ്മം. ഏത് സനാതനന്? ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ അടിമതുല്യമായി ജീവിച്ച ഫ്യൂഡൽ വ്യവസ്ഥയിലെ ഏതു ഭാഗമാണ് സനാതന ധർമ്മം? എവിടെ? കേരളത്തിലെ കർഷക തൊഴിലാളികൾ, കൃഷിക്കാർ ഉൾപ്പെടെയുള്ള ജനവിഭാഗം സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഉച്ചസ്ഥലത്തിലേക്ക് മുമ്പോട്ടേക്ക് വന്നവരാണോ? ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിക്കുക. ഇന്ന് ചന്ദ്രു പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഈ പദം തന്നെ ഉപയോഗിക്കുന്നത്. സനാതനധർമ്മം എന്ന് പറയുന്ന പദം തന്നെ ഉപയോഗിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണെന്നാണ്. നിഘണ്ടുവിൽ തന്നെ അതിന്റെ കൃത്യമായ അർത്ഥമുണ്ട്. ഹിന്ദുത്വ മുഖത്തിന്റെ ഭാഗമായിട്ടുള്ള ശരിയായ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അകത്ത് വി ഡി സതീശൻ ശ്രമിക്കുന്നത്. വി ഡി സതീശൻ പറഞ്ഞു, വേദം, ഉപനിഷത്തുകൾ, തത്വമസി, ഇങ്ങനെ കുറെ പേര് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് സനാതന, ഇതല്ലേ എന്തിൻ്റെ സനാതന ധർമ്മ? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഫ്യൂഡൽ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമത്ത തുല്യമായി ജീവിച്ച ഈ കേരളം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ എന്തെങ്കിലും സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? സുമാരൻ നായർ പറയാണ് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മമ്മത്ത് പത്മനാഭനില്ല. അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പപ്പനാഭൻ ഉണ്ടാവുമായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉണ്ടായതെന്തോ എന്തുകൊണ്ടാ? മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണ വിഭാഗത്തിന്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാമുള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകനുണ്ടായത്.